إن الحمد لله الذي أنزل القرآن برهانا ودليلا وهدى للمتقين وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير واشهد ان محمدا عبده ورسوله الذي ارسله بدين الحق بشيرا ونذيرا وداعيا الى الله سراجا منيرا لينذر من كان حيا ويحق القول ولو كره الكافرون اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين أما بعد ومن يطع الله ورسوله فقد فاز ورشد ومن يعص الله ورسوله فقد ضل وغوى فيا أيها الناس أوصيكم وإياي بتقوى الله فأعوذ بالله من الشيطان الرجيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا صدق الله العلي العظيم. സ്നേഹാദരങ്ങൾ നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും ഉപദേശിക്കുകയുമാണ്. വിശുദ്ധ ഖുർആൻ സന്മാർഗത്തിന്റെ ദീപവുമായി ജഗന്നിയന്താവായ അല്ലാഹു നമുക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഖുർആൻ ഒരു പ്രപഞ്ചമാണ്. അത് പഠിക്കുകയാണ് എങ്കിൽ ആ പഠനം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പ് ഖുത്ബയിൽ പരാമർശിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഖുർആൻ സൂചന നൽകുന്ന വിജ്ഞാന ശാഖകളിലേക്ക് നാം ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. ഖുർആനിന് വിവിധങ്ങളായ പ്രയോജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കായി നൽകിയിട്ടുണ്ട്. ഖുർആൻ പഠനവും പാരായണവും ഗവേഷണവും അതിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ന് നാം ഖുർആൻ പാരായണത്തെ പ്രധാനമായും ചർച്ച ചെയ്യുകയും പഠനത്തിലേക്ക് എത്തി സമാപിക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഓരോ അക്ഷരവും പ്രതിഫലം ലഭിക്കുന്ന അത്യുന്നത വചനമാണ്, ഗ്രന്ഥമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നത് ഇബാദത്താണ്. ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്നത് ഇബാദത്താണ്. ഖുർആൻ ചുമക്കുന്നത് ഇബാദത്താണ്. ഖുർആൻ സംബന്ധമായി ചിന്തിക്കുന്നത് ഇബാദത്താണ്.
മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിന്റെ വചനത്തിലെ ഒരക്ഷരം പാരായണം ചെയ്താൽ അതിന്റെ ഒരു ഹസനത്ത് ലഭിക്കാൻ പോവുകയാണ്. ഒരു ഹസനത്ത് എന്നാൽ 10 ഇരട്ടിയാണ് അതിന്റെ പ്രതിഫലം. അലിഫ് ലാം മീം എന്ന ചില പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയുന്നു. ഇതെല്ലാം ഒരേ ഒരു അക്ഷരമല്ല, മറിച്ച് അലിഫ് അക്ഷരമാണ്, ലാം വേറെ അക്ഷരമാണ്, മീം മറ്റൊരു അക്ഷരമാണ്. അലിഫ് ലാം മീം എന്ന് ആരെങ്കിലും പാരായണം ചെയ്താൽ അവർക്ക് 30 പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മഹാത്മ്യം, പ്രതിഫലമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഖുർആന്റെ അർത്ഥമറിയാത്തവർക്കും ഖുർആന്റെ ആശയം മനസ്സിലാക്കാത്തവർക്കും ഖുർആനിൽ നിന്ന് വിവിധങ്ങളായ പ്രതിഫലങ്ങൾ സംഭരിക്കാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഖുർആന്റെ പാരായണം, ഖുർആന്റെ മനഃപ്പാഠം. ഇതൊക്കെ തന്നെ ഈ ഗണത്തിൽ പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വചനത്തിൽ നമ്മെ പഠിപ്പിച്ചത് അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബാറ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നല്ലവണ്ണം പാണ്ഡിത്യമുള്ള ആൾ, അയാൾ ഉന്നതന്മാരായ മലക്കുകളോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അയാളുടെ സ്ഥാനം മലക്കുകളുടെ അണികളിലായിരിക്കും. പാപങ്ങളില്ലാത്ത സദാ ഇബാദത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന മാലാഖമാരോടൊപ്പമായിരിക്കും അവന്റെ സ്ഥാനം. എന്നാലോ വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅല്ലമു ഫീഹി വഹുവ അലൈഹി ശാഖുൻ അലൈഹി അജ്റാൻ. ഖുർആൻ മര്യാദക്ക് പഠിക്കാത്ത മനുഷ്യൻ, ഖുർആൻ മനസ്സിലാക്കാൻ നേരത്തെ അവസരം ലഭിക്കാത്ത സഹോദരൻ, അയാൾ ഖുർആൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്. കഴിവിന്റെ പരമാവധി സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ അറിവനുസരിച്ചുകൊണ്ട് അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്തരക്കാർക്ക് ഫലഹു അജ്റാനി, 2 പ്രതിഫലമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു, ഖുർആൻ സുന്ദരമായ ശൈലിയിൽ പാരായണം ചെയ്യാൻ അറിയില്ല, ഒഴുക്കോടുകൂടെ ഓതാൻ അറിയില്ല, മറിച്ച് തപ്പിപ്പിടിച്ചുകൊണ്ട് തപ്പിപ്പിടിച്ച് ഒരക്ഷരം പെറുക്കിയെടുത്ത് അടുത്ത അക്ഷരം എന്താണ് എന്ന് സൂക്ഷ്മമായി നോക്കി അങ്ങനെ നുള്ളിപ്പെറുക്കിയെടുത്ത് അവൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഫലഹു അജ്റാനി, അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. എന്താണ് 2 പ്രതിഫലം? വഹുവ അലൈഹി ശാഖുൻ, ആ ഖുർആൻ പാരായണം ചെയ്യാൻ അയാൾ വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു. ഖുർആൻ നന്നായിട്ട് അറിയുന്നവരെ പോലെ, ഖുർആനിൽ പ്രാവീണ്യമുള്ളവരെ പോലെ ഒഴുക്കോടുകൂടെ ഖുർആൻ ഇയാൾക്ക് ഓതാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇയാൾ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലവും അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി കഷ്ടപ്പാട് സഹിച്ചതിന്റെ, പ്രയാസം അനുഭവിച്ചതിന്റെ പ്രതിഫലം കൂടി അയാൾക്ക് അല്ലാഹു നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഖുർആന്റെ പാരായണം വളരെ ആനന്ദം നൽകുന്നതാണ്, ഹൃദയത്തിന് കുളിർമ നൽകുന്ന ഒരു ഇബാദത്താണ് വിശുദ്ധ ഖുർആൻ. ഖുർആന്റെ അവതരണ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന വഹീന്റെ മനസ്സുകൾ അവിടുത്തെ പുണ്യ സ്വഹാബാക്കൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാവ്യക്തിയായിരുന്നു. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുപാടത്ത് ആൾക്കൂട്ടമായിരുന്നു. പലപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു തആല കഅബയുടെ പരിസരത്ത് പോയി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. എന്നാൽ അദ്ദേഹം ഖുർആൻ പാരായണം
ആളുകളുടെ പ്രവാഹമാണ്. സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി തടിച്ചു കൂട്ടുകയാണ്. ഇത് ഖുറൈശികളെ വല്ലാതെ അലോസരപ്പെടുത്തി. ഖുറൈശികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, സിദ്ദീഖ്, നീ ഖുർആൻ പാരായണം ചെയ്തോ, അത് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നീ ഒറ്റക്ക് നീ മാത്രം കേൾക്കുന്ന വിധത്തിൽ, നീ കഅബയുടെ പരിസരത്ത് വെച്ച് ഇനി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കഠിനമായി ശാസിക്കുകയാണ് ഖുറൈശികൾ ചെയ്തത്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആവട്ടെ, അദ്ദേഹം വീട്ടിൽ നിന്ന് പതുക്കെ ഖുർആൻ പാരായണം ചെയ്തിട്ടും അവിടേക്കും ആളുകൾ അണയുകയായിരുന്നു, ആളുകൾ ഓടിയെത്തുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ ശ്രവണമാധുര്യമായ ഖുർആൻ കേൾക്കാൻ വേണ്ടി. അറബികളെ സംബന്ധിച്ചിടത്തോളം അറബിയിലാണ് ഖുർആൻ അവതരിച്ചത്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയം കൂടി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടിയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ ആളുകൾ തടിച്ചു കൂടിയിരുന്നത്. ഇങ്ങനെ അന്ന് മക്കയിൽ ജീവിച്ച വലിയ വലിയ സാഹിത്യ പടുക്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി തടിച്ചു കൂടുന്നവരിൽ പെട്ടവരായിരുന്നു. അങ്ങനെ ഖുർആന്റെ മുമ്പിൽ നമ്പർ ശിരസ്കരായിട്ട് വന്ന് അണയുന്ന അനേകം ആളുകൾ ഖുറൈശികൾക്ക് തലവേദനയായി. ഖുറൈശികൾ ഖുർആനിനെ കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ, ഒരുപാട് നിർമ്മിത കഥകളും പഠിച്ചു വിടുകയുണ്ടായി. ഖുർആൻ ജ്യോത്സ്യമാണ്, ഖുർആൻ മാരണമാണ്, ഖുർആൻ പണ്ടുള്ള ഗ്രന്ഥങ്ങളിൽ, പണ്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഭാഗങ്ങളാണ് എന്നെല്ലാം പറയാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു ഫലമുണ്ടായിരുന്നില്ല. ഒരിക്കൽ കഅബ ശരീഫിന്റെ അടുക്കൽ, കഅബ ശരീഫിന്റെ ചുമരിൽ ഖുർആനിന് എതിരായി, ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വചനം എഴുതാൻ വേണ്ടി ഖുറൈശികൾ ഒരു കവിയെ ചട്ടക്കൂട്ടി. ലബീദ് ഇബ്നു റബീഅ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ലബീദ് ഇബ്നു റബീഅ അദ്ദേഹം ദിവസങ്ങളായി ഖുർആനിന്റെ ഒരു ആയത്തിന് സമാനമായ ഒരു അറബി വാക്യം കഅബയുടെ ചുമരിൽ എഴുതാൻ വേണ്ടി ഖുറൈശി നേതാക്കന്മാരുടെ സമ്മതത്തിന് വഴങ്ങിയിട്ട് തയ്യാറാണ്. ഇതിനൊക്കെ കാരണമുണ്ടായിരുന്നു. കാരണം ഖുർആൻ ഇറങ്ങിയ സമയത്ത് ഖുർആൻ വെല്ലുവിളിക്കുകയായിരുന്നു. ആദ്യമായി ഖുർആൻ വെല്ലുവിളിച്ചത് ഖുർആനെ പോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്. അതിന് മാസങ്ങളായി ആരുടെയും പിന്നാട്ടമില്ല. പിന്നെ ഖുർആൻ വെല്ലുവിളി അല്പം കൂടി കുറച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുർആനിലെ 10 വചനങ്ങളോട് സാമ്യതയുള്ള 10 വചനങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ എന്ന്. അതിന് മറുപടി പറയാൻ ആരുമില്ലായിരുന്നു. ആ വെല്ലുവിളി സ്വീകരിക്കുവാനും ആരുമില്ലായിരുന്നു. പിന്നീട് ഖുർആൻ ഒരായത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് വെല്ലുവിളി അല്പം കൂടി കുറച്ചു. ഈ വെല്ലുവിളി സ്വീകരിക്കാനാണ് ഖുറൈശി കൂട്ടം തയ്യാറായി. അങ്ങനെ ലബീദ് ഇബ്നു റബീഅ എന്ന മഹാനായ കവിയെ ചട്ടക്കൂട്ടി ഒരു ഡേറ്റ് നിശ്ചയിച്ചു. ആ ഡേറ്റിൽ എല്ലാവരും കഅബയുടെ പരിസരത്ത് തടിച്ചു കൂടണം. അന്ന് ലബീദ് ഇബ്നു റബീഅ കഅബയുടെ ചുമരിൽ ഖുർആനിനോട് സാമ്യതയുള്ള, ഖുർആനിനെ വെല്ലുവിളിക്കുന്ന ഒരു വചനം എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ലബീദ് ഇബ്നു റബീഅയ്ക്ക് ആ ദിവസം വന്നു. പാർട്ടിയിൽ മുഴുവൻ വന്നപ്പോൾ ആ ദിവസം കഅബയുടെ പരിസരത്ത് ധാരാളം ആളുകളുടെ കൂട്ടമായിരുന്നു. ലബീദ് ഇബ്നു റബീഅയെ ആളുകളെല്ലാം കാത്തിരുന്നു. ഖുറൈശികളെല്ലാം അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷത്തിന്റെ അലയൊലികളായിരുന്നു. കാരണം ഇന്ന് മുഹമ്മദിന്റെ ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്ന ദിവസമാണ് ഞങ്ങളുടെ കവിയായ ലബീദ് ഇബ്നു റബീഅ. ലബീദ് ഇബ്നു റബീഅ അല്പസമയത്തിന് ശേഷം വന്നു. അദ്ദേഹം നേരെ കഅബയുടെ ചുമരിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം കുറെ ആലോചിച്ചിരുന്നു. അവസാനമായി അദ്ദേഹം എഴുതി, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ മാ ഹാദാ ഖൗലുൽ ബശർ. ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂക്തം കഅബയുടെ ചുമരിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫുട്നോട്ടായി, പിൻകുറിയായി അദ്ദേഹം രേഖപ്പെടുത്തി, ഒരിക്കലും ഇതൊരു മനുഷ്യന്റെ വാക്കല്ലായി. അപ്പോൾ മാസങ്ങളോട് ഖുർആനിന്റെ ഒരു വാക്ക്, ഒരു വചസ്സിനെ പകരമായി, സമാനമായി ഒരു
വാക്യം എഴുതാനും രചിക്കാനും ശ്രമിച്ചിട്ട് അവസാനം പത്തിമടക്കിയിട്ട് ഖുർആന്റെ അമാനുഷികതയുടെ മുമ്പിൽ, ഖുർആന്റെ സാഹിത്യ ഭംഗിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുകയായിരുന്നു ലബീദ് ബിൻ റബീഅ ചെയ്തത്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും നല്ലൊരു മുസ്ലിമായി ജീവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശുദ്ധ ഖുർആന്റെ പാരായണം ജീവിതത്തിന്റെ വെളിച്ചമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഒരിക്കലും തന്നെ പതിവായി പാരായണം ചെയ്യുന്നവർക്ക് പിഴച്ച വഴിയിലൂടെ പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല ഉപദേശം തേടുകയാണ്. അവിടുന്ന് അബൂ ദർ ഗഫാരിയോട് പറഞ്ഞു, അലൈക ബിത്തഖ്വല്ലാഹ്, അബൂ ദർറെ, നീ അല്ലാഹുവിൽ തഖ്വ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഫഇന്നഹു റഅസുൽ അംരി കുല്ലിഹി, അതാണ് മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ജീവവായു അതാണ്, ഒരു വിശ്വാസിയുടെ മൂലധനം അതാണ്, തഖ്വയാണ്. ആയതുകൊണ്ട് തഖ്വ കൈമുതലാക്കി ജീവിക്കണമെന്ന്. അപ്പോൾ അല്പം കൂടി ഉപദേശം തരൂ എന്ന് അബൂ ദർ ഗഫാരി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിത്തിലാവത്തിൽ ഖുർആൻ ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർളി വദുഖുറുൻ ലക ഫിസ് സമാ. അബൂ ദർറെ, നീ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. നീ ഖുർആൻ പാരായണം ചെയ്താൽ തീർച്ചയായും അത് നിനക്ക് ഈ ഭൂമിയിൽ വെളിച്ചമാണ്. ഖുർആൻ ഭൂമിയിൽ നിനക്ക് വെളിച്ചമാണ്. പരലോകത്തേക്ക് നിനക്ക് ഒരു പ്രതിഫലത്തിന്റെ സംഭാരമാണ്, അതിന്റെ ഒരു സമാഹരണമാണ് പരലോകത്ത്. ആയതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആൻ പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നാം ഖുർആൻ പാരായണം ചെയ്ത് പരിശോധിച്ചു നോക്കൂ. ആ ദിവസത്തിൽ നമുക്ക് എന്തൊന്നില്ലാത്ത ഒരു വെളിച്ചം, എന്തൊന്നില്ലാത്ത ഒരു തുറവഴി, എന്തൊന്നില്ലാത്ത ഒരു വിജയത്തിന്റെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നതായി നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസങ്ങൾ ഇത്രയധികം സുഖമായിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല ഇവരോട് പറഞ്ഞതാണ്, നീ ഖുർആൻ പാരായണം ചെയ്യുക, നിന്റെ ജീവിതത്തിന്റെ വെളിച്ചമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഖുർആനിലെ ഒരു പേജെങ്കിലും പതിവായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശീലിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിലെ ഒരു പേജെങ്കിലും മഹാന്മാരും പണ്ഡിതന്മാരും ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നവർ ഓരോ ദിവസത്തിലും ഒരു ജുസ്എങ്കിലും പാരായണം ചെയ്യൽ പതിവായി. 30 ദിവസം കൊണ്ട് ഒരു ഖത്മുൽ ഖുർആൻ, ഒരു പ്രാവശ്യം സമ്പൂർണ്ണമായി ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളായിരുന്നു മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും മുൻകഴിഞ്ഞ മഹത്തുക്കളുമെല്ലാം. എന്നാൽ ഞാൻ പറയുന്നത്, ഒരു ജുസ് പാരായണം ചെയ്യാൻ നിങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് അതിന് കഴിയുമെന്ന് എനിക്കറിയില്ല, എത്ര പേർ അത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും വിശുദ്ധ ഖുർആനിലെ ഒരു പേജെങ്കിലും ഒരു ദിവസം നിങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ ഖുർആനിൽ നിന്ന് നിങ്ങൾ പാരായണം ചെയ്യുന്ന ഓരോ അക്ഷരവും, ഓരോ പദം, ഓരോ ആയത്തും നിങ്ങൾക്ക് വെളിച്ചമായി, പ്രകാശമായി, വഴിത്താരയായി നിങ്ങളുടെ ആ ദിവസത്തിലെ സർവ്വ വിഷയങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. കാരണം റസൂലുള്ളാഹിന്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, ലമിനല്ലാഹു ലിമൻ ഇത്തബഅൽ ഖുർആന അല്ലാ യദില്ല ഫിദ് ദുനിയ വലാ യഷ്ഖാ ഫിൽ ആഖിറ. ആരെങ്കിലും ഖുർആനിനെ അനുധാവനം ചെയ്യുന്നുവോ, ഖുർആനിനെ ആരെങ്കിലും പിന്തുടരുന്നുവോ, അവർ ഒരിക്കലും തന്നെ വഴിപിഴക്കുകയില്ല, അവരൊരിക്കലും തന്നെ പരലോകത്ത് പരാജയപ്പെടുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ ഒരു ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. ആരെങ്കിലും എന്റെ സന്മാർഗത്തെ അവലംബിച്ചു, അഥവാ എന്റെ വിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും പിന്തുടർന്നു, അവർ ഒരിക്കലും തന്നെ അവരുടെ വഴി കേൾക്കുകയില്ല, അവരൊരിക്കലും പരലോകത്ത് പരാജിതരിൽപ്പെടുകയുമില്ല.
ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് സ്വഹാബാക്കളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, അബ്ശിറു അബ്ശിറു, സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ. അലൈസ തശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്? ഖാലൂ നഅം. നിങ്ങളെല്ലാവരും സത്യസാക്ഷ്യം മൊഴിയുന്നവരല്ലേ, ഞാൻ മാത്രമാണ് ആരാധനക്കർഹനെന്ന്? നിങ്ങളെല്ലാവരും അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും ഞാൻ ആണ് അല്ലാഹുവിന്റെ തിരുദൂതൻ എന്നും നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നവരല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച വാക്യം ഇപ്രകാരം: അലൈസ തശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്? നിങ്ങളെല്ലാവരും സത്യസാക്ഷ്യം വഹിക്കുന്നവരല്ലേ, അല്ലാഹു ഒഴികെ വേറെ ആരും ആരാധ്യനില്ല, അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും നിങ്ങളെല്ലാം അംഗീകരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അതേ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായിട്ടും ഇത് രണ്ടും നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഒഴികെ ആരാധ്യനില്ല, അല്ലാഹു ഒഴികെ ആരാധ്യനില്ല എന്നത് ഇസ്ലാമിന്റെ ഭരണഘടനയാണ്. ഈയിടെ കേരള സർക്കാർ ഒരു ഇസ്ലാമിക സംഘടനയ്ക്കെതിരായി സത്യവാങ്മൂലം നൽകിയപ്പോൾ അതിന്റെ ഒരു കാരണമായി പറഞ്ഞത് ആ സംഘടനയുടെ ആളുകൾ അല്ലാഹു ഒഴികെ മറ്റാരും ആരാധ്യനില്ല എന്ന ആദർശം സ്വീകരിച്ചവരാണ്. രണ്ടാമത്തത് യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്നും വിശ്വസിക്കുന്നവരാണ്. ഈ രണ്ട് വാക്യങ്ങളും ഈ രണ്ട് വിശ്വാസങ്ങളും മറ്റുള്ള മതക്കാരുടെ ആദർശങ്ങളെ ബന്ധപ്പെടുത്തുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിന്റെ ഭരണഘടനയാണ്. ഇത് ഏതെങ്കിലും ഇസ്ലാമിക സംഘടനയുടെ മാത്രം ആദർശങ്ങളല്ല, മുഴുവൻ ഇസ്ലാമിന്റെ ആദർശമാണ്. ഇസ്ലാമിന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ആരാധ്യൻ ഇല്ലേ ഇല്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായ സർവ്വലോക രക്ഷിതാവായ സത്താണ്. ഇതാണ് അല്ലാഹ്. അല്ലാഹു എന്ന് പറയുന്നത് പ്രത്യേക പ്രതിഷ്ഠയുടെ പേരോ അല്ലെങ്കിൽ ഒരു മൂർത്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ദേവന്റെയോ ദേവിയുടെയോ പേരല്ല. ഇലാഹി എന്ന അറബി പദത്തിന്റെ അർത്ഥം ദൈവം എന്നാണ്. ഇലാഹി എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനും ഇലാഹി എന്ന് അറബിയിൽ പറയാം. എന്നാൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനായ യഥാർത്ഥ ദൈവം, യഥാർത്ഥ സൃഷ്ടാവ്, യഥാർത്ഥ റബ്ബ് അവനാണ്. അവനൊഴികെ മറ്റാരും ആരാധനയില്ല. ഇത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കെളിമയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ അല്ല എന്ന നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഇത്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്നത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അവർ ഖുർആനിനെയും അനുധാവനം ചെയ്യേണ്ടി വരും. അപ്പോൾ ക്രിസ്ത്യാനികൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് അംഗീകരിക്കാത്തത് പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഈസാ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല, അത് അല്ലാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ് എന്ന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ നമ്മുടെ നാടിന്റെ ഭരണഘടന അനുവദിച്ച് തന്നതാണ്. അപ്പോൾ ഇത്തരം പ്രസ്താവനകളും മറ്റും ഇറക്കുന്നവർ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. മൊത്തം ഇസ്ലാമിനെയാണ് പ്രതികൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് എന്ന കാര്യം ഓർക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്വഹാബത്തിനോട് ചോദിച്ചതാണ്,
അങ്ങനെ അല്ലാഹു ഒഴികെ മറ്റാരും ആരാധനയില്ല എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു കാര്യം. ഈ വിശുദ്ധ ഖുർആൻ തർഫുഹു ബിയദില്ലാഹ് വതർഫുഹു ബിയദിക്കും. ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു അഗ്രം അല്ലാഹുവിന്റെ അടുക്കലാണ്, മറ്റൊരു അഗ്രം നിങ്ങളുടെ കൈവശമാണ്. നാം പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ വചനങ്ങൾ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നാം പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിന്റെ അക്ഷരങ്ങൾ, ആ ഖുർആനിന്റെ പദങ്ങളിൽ നമ്മുടെ ഹൃദയം പതിക്കുകയാണ്. ആ പതിക്കുന്ന സമയത്ത് തന്നെ ആ വചനങ്ങളിൽ അല്ലാഹു തആലയുടെ ശക്തിയും പതിക്കുന്നു. എന്താണ് ഖുർആൻ? ഖുർആൻ എന്ന് പറയുന്നത് കേവലം ഈ മുസ്ഹഫിൽ കാണുന്ന അറബി അക്ഷരങ്ങളാണ്. കേവലം അറബി അക്ഷരങ്ങളല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് ഈ അറബി അക്ഷരങ്ങൾക്ക് റൂഹ് വരണം, ഈ അറബി അക്ഷരങ്ങൾക്ക് ഹയാത്ത് വരണം. ആ ഹയാത്ത് എന്താ? അത് അല്ലാഹുവിന്റെ സംസാരമായി തീരുക. ആരോട്? വിശ്വാസിയുടെ ഹൃദയത്തിൽ. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസി പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്തിലൂടെ, ഈ വചനങ്ങളിലൂടെ ഇപ്പോൾ എന്റെ റബ്ബ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടി, എന്ന മനസ്സോടുകൂടി, എന്ന മനനത്തോടുകൂടി സത്യവിശ്വാസി ഖുർആൻ പാരായണം ചെയ്യണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ വിശ്വാസിയുടെ ജീവിതത്തിൽ ചെലുത്തുന്ന മാറ്റങ്ങളും സംസ്കരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നകും ലൻ തദില്ലു വലൻ തഹ്ലികു ബഅദഹു അബദ. നിങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം, ഈ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. എന്നാൽ നിങ്ങൾ ഒരിക്കലും തന്നെ പിഴച്ചു പോവുകയില്ല, മാർഗവംശത്തിൽ പെടുകയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തീരെ മനസ്സിൽ ഇല്ലാത്തവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉപയോഗശൂന്യമായ വീട് എന്നാണ്. ഖുർആൻ കഴിയുന്നിടത്തോളം മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. ഖുർആൻ കഴിയുന്നിടത്തോളം മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. അർത്ഥം അറിയാതെ മനഃപ്പാഠമാക്കിയാലും മതി. അർത്ഥം അറിഞ്ഞുകൊണ്ട് മനഃപ്പാഠമാക്കിയാൽ ഖുർആന്റെ സമ്പൂർണ്ണമായ ഗുണം നമുക്ക് ലഭിക്കും. എന്നാൽ അർത്ഥമറിയാതെ മനഃപ്പാഠമാക്കുന്നതിനും പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തന്റെ മക്കളെ ഖുർആന്റെ ഹാഫിളുകളാക്കിയാൽ, ഖുർആന്റെ ഹിഫ്ള് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പരലോകത്ത് അവരുടെ മാതാപിതാക്കളെ, ഈ ഖുർആൻ ഹാഫിളുകളുടെ മാതാപിതാക്കളെ സ്വർഗീയ കിരീടം അണിയിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഖുർആന്റെ ഹാഫിളീങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ഹിഫ്ള് മാത്രമാക്കിയാൽ പോരാ, ആ ഹാഫിളീങ്ങളായി എന്നിട്ട് അതനുസരിച്ച് ഖുർആന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഖുർആനോട് സമ്പൂർണ്ണമായ ഖുർആൻ ഹിഫ്ള് ചെയ്യുക, എന്നിട്ട് ഖുർആൻ പഠിക്കുക, എന്നിട്ട് ഖുർആന്റെ പ്രചാരകരാവുക, ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അങ്ങനെ ഈ ദിശയിലേക്ക് മക്കളെ പ്രവേശിപ്പിച്ചവർ, ഈ മക്കളെ കൈപിടിച്ചവർ, അവരെ ആദരിച്ചുകൊണ്ട് അല്ലാഹു തആല പരലോകത്ത് അവരുടെ തലയിൽ കിരീടമണിയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ മനഃപ്പാഠം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് സൂറത്ത് യാസീൻ മനഃപ്പാഠമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മോട് താല്പര്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ വദിതു അൻ യകൂന ഖൽബുൽ ഖുർആൻ ഫീ ഖൽബി കുല്ലി മുഅ്മിൻ. എല്ലാറ്റിനും ഒരു ഹാർട്ട്. വിശുദ്ധ ഖുർആനും ഹാർട്ട്, വിശുദ്ധ ഖുർആനുണ്ട് ഹൃദയം. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ഹൃദയം സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരീബി. തീരെ തന്നെ ഖുർആൻ മനസ്സിലില്ലാത്ത ആൾ, അയാൾ ഉപയോഗശൂന്യമായ വീട്ടിനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചവർക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് നല്ല സംസ്കാരം
സംസ്കാരങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ മസലുൽ ഖുദൂജ് റീഹുഹാ ത്വയ്യിബുൻ വ തഅമുഹാ തയ്യിബ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ്. ഓറഞ്ചിന് നല്ല രുചിയുണ്ട്, നല്ല വാസനയുണ്ട് എന്നതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി അവന്റെ ഉള്ളു നല്ലതാണ്. കാരണം ഈമാനുണ്ട്. അതാണ് നല്ല ഗന്ധം എന്ന് പറയുന്നത്, അതാണ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശം. എന്നാൽ അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് അവരിൽ നിന്ന് സുഗന്ധം വമിക്കുന്നു. സുഗന്ധം വമിക്കുന്നു പറഞ്ഞാൽ നല്ല സ്വഭാവങ്ങളുണ്ട്, നല്ല സ്വഭാവങ്ങളുണ്ട്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസികളുടെ ഉദാഹരണം കാരക്ക പോലെ. കാരക്കയ്ക്ക് മധുരം ഉണ്ടാകും, പക്ഷെ അത് അതുകൊണ്ട് ചുറ്റുപാലത്ത് കാരക്ക തിന്നുന്ന ആൾക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. കാരക്കത്തിന്റെ ചുറ്റുപാലത്ത് ഒരു പ്രയോജനം ഉണ്ടാവും. എന്നതുപോലെ ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസിയെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനം കുറവായിരിക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയെ കൊണ്ട് സമൂഹത്തിന് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. കാരണം അവരിൽ നിന്ന് ഖുർആനിക സംസ്കാരം എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം ഖുർആനുമായി ബന്ധമുള്ള ഹൃദയമാണ്. അവന് കൈക്കൂലി കൊടുക്കാൻ തോന്നൂല, അവന് കൈക്കൂലി വാങ്ങാൻ തോന്നൂല, അവന് പലിശയുടെയും ചാരായത്തിന്റെയും ബാലിന്റെയും ഒന്നും ആളായിത്തീരാൻ കഴിയില്ല. കാരണം അവൻ ഖുർആനാണ്, ഖുർആന്റെ സുഗന്ധം അവനിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്ന കപട വിശ്വാസിക്ക് വരെ അതിന്റെ ഗുണം ഉണ്ടാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ പാരായണം ചെയ്യുന്ന കപട വിശ്വാസി റയ്യാൻ പുഷ്പത്തെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റയ്യാൻ പുഷ്പം അതിനെ കയ്പായി ഉപയോഗിച്ചു, എന്നാൽ നല്ല സുഗന്ധം ഉണ്ടാകും. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുന്ന കപട വിശ്വാസി അവന്റെ ഉള്ളു പോക്കാണെങ്കിലും അവൻ ഖുർആനിലേക്ക് ഇടപെടുന്ന ആളാണ്, ഖുർആൻ വായിക്കുന്ന ആളാണ്, പഠിക്കുന്ന ആളാണ്, ഖുർആൻ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അയാളിൽ നിന്ന് നല്ല സ്വഭാവങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് ചില ആളുകളൊക്കെ അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഖുർആനെ കുറിച്ച് പാണ്ഡിത്യമുള്ള, ഖുർആനെ കുറിച്ച് അറിയുന്നവരായ പല മുസ്ലിങ്ങളും അവരിൽ മറ്റുള്ളവരെക്കാളുള്ള ചില ഗുണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഐശ്വര്യവർദ്ധനവിന്റെ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തോട് ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു അൻ യഖ്ദു ലൈഹു ഇലാ ഖുദ്ഹാൻ ഔ ഇലാ അദീബ് ഫയഖ്തിമു ബിനാഖതൈനി കൗമാമൈനി ഫി ഖുലീനി ഇസ്മിൻ ബലാ തത്ഇ റഹിമി ഫഖുൽനാ യാ റസൂലല്ലാഹ് കുൽനാ നുഹിബ്ബു. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോട് ചോദിച്ചു. സ്വഹാബത്ത് മദീനയിൽ പള്ളിയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് രണ്ട് നല്ല സുന്ദരന്മാരായ ഒട്ടകത്തെ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് മനോഹരമായ കുതിരകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന്. അപ്പൊ സ്വഹാബത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം ആഗ്രഹമുണ്ട്, രണ്ട് ഒട്ടകത്തെ കിട്ടാൻ, രണ്ട് കുതിരകളെ കിട്ടാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أفلا يقود أحدكم إلى المسجد فيعلم أو يقرأ آيتين من كتاب الله عز وجل. എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മസ്ജിദിൽ പോയിട്ട് ഒന്നോ രണ്ടോ ആയത്ത് ഖുർആൻ പഠിച്ചുകൂടെ? ഒരായത്ത് ഖുർആൻ പഠിച്ചാൽ അത് രണ്ട് ഒട്ടകം നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ പുണ്യമാണ്. രണ്ടായത്ത് പഠിച്ചാൽ 3 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ പുണ്യമാണ്. 4 ആയത്ത് പഠിച്ചാൽ 5 ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പാരായണം ചെയ്യുന്ന ഏത് ഉദ്ദേശത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യുന്നുവോ ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിക്കുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല രോഗിയായി കിടക്കുകയാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല വരികയുണ്ടായി. അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു. അദ്ദേഹം വലിയ മഹാനായ പണ്ഡിതൻ, മഹാനായ സ്വഹാബിയായിരുന്നു. ഇസ്ലാമിന്റെ വേണ്ടി സർവ്വസമ്പത്തും ചെലവഴിച്ച മഹാനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്.
ഞാൻ ചരിത്രം നീണ്ടതാണ്, ഞാൻ ചുരുക്കി വിഷയമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഇദ്ദേഹത്തോട് ചോദിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നിങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ രോഗമാണ്, ശമനം പ്രതീക്ഷിക്കാത്ത രോഗം. നിങ്ങൾക്കുള്ളത് 2 പെൺമക്കളാണ്. ആ 2 പെൺമക്കൾ നിങ്ങളുടെ കാലശേഷം അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് കാശ് സംഘടിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പെൺമക്കൾക്ക് ജീവിക്കാൻ വേണ്ടി കൊടുത്തരട്ടെ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉസ്മാനെ, എന്റെ 2 പെൺമക്കൾക്ക് ദാരിദ്ര്യം സംഭവിക്കും എന്നാണ് നീ ഭയപ്പെടുന്നത്? ഞാൻ അവർക്കൊരിക്കലും ദാരിദ്ര്യം സംഭവിക്കുകയില്ല. കാരണം സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈല. ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈല ലൻ തസിബു ഫാഖിഅ. ആരെങ്കിലും വാഖിഅ സൂറത്ത് ഓരോ രാത്രിയിലും പാരായണം ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വാഖിഅ സൂറത്ത് രാത്രിയിൽ പാരായണം ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടാവുകയില്ല. സാമ്പത്തിക ക്ലേശങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ഒറ്റപ്പെടുകയില്ല. സൂറത്തുൽ വാഖിഅ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല. സൂറത്തുൽ വാഖിഅ ഓതുക, അല്ലാഹുവോട് ദുആ ചെയ്യുക, എന്നിട്ട് നമ്മെ കൊണ്ട് കഴിയുന്ന പരിശ്രമങ്ങൾ സ്വീകരിച്ചു. എല്ലാം അല്ലാഹുവാണ് നടത്തുന്നത്. സൂറത്തുൽ വാഖിഅ മനോഹരമായ ഖുർആനിലെ ഒരു സൂക്തമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നു. അത് പതിവായി പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ വേറെ ഒരുപാട് സൂറകളുടെ ഫായിദയുണ്ട്. അൽ-ബഖറ സൂറത്ത് അതിൽ 10 ആയത്തുകൾ പാരായണം ചെയ്താൽ, രാവിലെ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ, വൈകുന്നേരം പാരായണം ചെയ്താൽ രാവിലെ വരെയും പിശാച് അടുക്കുകയില്ല അവരിലേക്ക്. അവന്റെ സമ്പത്തിലും അവന്റെ സന്താനങ്ങളിലും അവന് അരിഷ്ടകരമായ യാതൊന്നും സംഭവിക്കുകയില്ല എന്നും അതുപോലെ 30 ആയത്തിൽ ഈ തബാറക എന്ന സൂറത്ത് പാരായണം ചെയ്താൽ അവർക്ക് അവരുടെ സ്വർഗപ്രവേശനം വരെ ഈ തബാറക സൂറത്ത് അല്ലാഹുവോട് ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സമയം ആയതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നാം പഠിക്കണം. ഖുർആൻ നാം പഠിക്കേണ്ടി, നാം നമ്മുടെ അശ്രദ്ധ ഖുർആൻ പഠിക്കുന്നതോടുകൂടെ ഇല്ലാതെയാവും. നമുക്ക് അല്ലാഹു തആല ഉന്നത പദവി. ഓരോരുത്തർക്കും ഖുർആനിന്റെ എത്ര ആയത്തറിയാം, അത്ര അയാളുടെ പദവി സ്വർഗത്തിലെങ്കിലും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാൻ. ഖുർആൻ നമ്മുടെ എല്ലാം വേദനയാണ്. ഖുർആനിലെ ഓരോ ആയത്തും നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ സൃഷ്ടാവും ഈ പ്രപഞ്ചത്തിന്റെ അധിപനമായ അല്ലാഹുവിന്റെ സംസാരമാണ്. എന്റെ അല്ലാഹു ഈ പ്രപഞ്ചനാഥൻ എന്നോട് എന്ത് പറയുന്നു എന്ന് അറിയാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. പ്രായം പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല, ആണോ പെണ്ണോ പ്രശ്നമല്ല, ഒരിക്കലും നമ്മുടെ മറ്റ് ഒരുവിധ യോഗ്യതകൾക്ക് മുമ്പിൽ പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചപ്പോൾ അവിടെ എല്ലാവരും ആ സദസ്സിലുണ്ടായിരുന്നു. ആയതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നാം ശ്രദ്ധിക്കുക. അടുത്തുള്ള ഖുർആൻ പഠന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂറെങ്കിലും സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവിടെ ഖുർആൻ പഠനം എല്ലാ വെള്ളിയാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് വൈകുന്നേരം നടക്കുന്നുണ്ട്. പുതിയ ഒരു ക്ലാസ്, ഒരു ഖുർആൻ ദർസ് ഈ വരുന്ന ബുധനാഴ്ച മുതൽ മഗ്രിബ് നമസ്കാരം മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. ആർക്കും വരാം, ഖുർആൻ പഠിക്കാം. റബ്ബിന്റെ മുമ്പിൽ ഹൃദയം തുറന്നുകൊണ്ടിരിക്കാം. ഹൃദയം തുറന്ന് ഖുർആന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിലാണ്, റബ്ബിന്റെ മുമ്പിലാണ് എന്ന ഓർമ്മയുണ്ടാകണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ.
നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഖുർആൻ പഠിച്ചവരും ഖുർആൻ പഠിപ്പിച്ചവരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ പഠിക്കാൻ തയ്യാറാകാത്തവർക്ക് കഠിനമായ നരകം അല്ലാഹു തആല വാഗ്ദാനം. വലഖദ് നറബ്നാ ലജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ. ഒരേ മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും വേണ്ടിയാണ് നരകം നാം തയ്യാർ ചെയ്തത്. ആ നരകം എന്തിന് ആർക്കാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്? ഹൃദയമുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ടവർ ഖുർആൻ മനസ്സിലാക്കില്ല, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കില്ല. കണ്ണുകളുണ്ട്, പക്ഷേ കണ്ണുകൾ കൊണ്ട് ഖുർആനിലേക്ക് പോകില്ല, നല്ല കാര്യങ്ങളിലേക്ക് പോകില്ല. അവർക്ക് ചെവികളുണ്ട്, കേൾവിയുണ്ട്, പക്ഷേ ഖുർആനിലേക്ക് അവരുടെ കാതവർ തിരിച്ചു കൊടുക്കുകയില്ല, നല്ല കാര്യങ്ങളിലേക്ക് അവരുടെ ചെവിയെ തിരിച്ചു കൊടുക്കുകയില്ല. നാക്കാലികളെ പോലെയാണ്. നാക്കാലികൾ മാത്രമല്ല, നാക്കാലികളെക്കാൾ നികൃഷ്ടരായ ജീവികളാണ് അവർ. അശ്രദ്ധവാന്മാരാണ് അവർ, നരകവാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മുടെ വെളിച്ചമാണ്, ഖുർആൻ നമ്മുടെ നായകനാണ്, ഖുർആൻ നമുക്ക് ആനന്ദമാണ്, ഖുർആൻ നമ്മുടെ മോചന ഗ്രന്ഥമാണ്. ഖുർആൻ പഠിച്ചിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل سيدنا محمد. أيها الناس أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم ارض عن أمير المؤمنين أبي بكر وعمر وعثمان وعلي بن ابي طالب رضي الله تعالى عنكم وعلى سائر الصحابه والقرابه وعلى كل المجمعين. اولئك حزب الله الا ان حزب الله هم المفلحون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات ويا قاضي العذاب. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشفي قلبنا بالنار. اللهم انصر الاسلام والمسلمين، اللهم انصر جماعات الاسلام والمسلمين. اللهم انصر، اللهم اعز امراء المسلمين وعلماء المسلمين وقادة المسلمين في كل مكان. اللهم اذل الشرك والمشركين، اللهم اهلك الظلمة من المنافقين والملحدين والمشركين واللاذقين. اللهم شتت شملهم فرق جمعهم كل حربهم ونكس علمهم. اللهم خذهم انت عزيز مقتدر، فكرهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة